ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് നടന്ന വഴി സഹനത്തിൻ്റെ വഴിയാണ്. അവിടുന്ന് ഞങ്ങളോടും ആവശ്യപ്പെടുന്നു, സ്വർഗത്തിലെത്തണമെങ്കിൽ അവിടുന്ന് നടന്ന അതേ വഴിയിലൂടെ, കുരിശിൻ്റെ പാതയിലൂടെ ഞങ്ങളുടെയും സ്വന്തം കുരിശെടുത്ത് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കുരിശ് വഹിച്ചുകൊണ്ട് സഹനങ്ങളെ സന്തോഷപൂർവ്വം എടുത്തുകൊണ്ട് അവിടുത്തെ പിന്തുടരുവാൻ നല്ലവനും കരുണാസമ്പന്നനുമായ കർത്താവെ, അവിടുന്ന് സഹനങ്ങളെ എത്രമാത്രം ക്ഷമാപൂർവ്വം സ്വീകരിച്ചുവോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം പിറുപിറുപ്പ് കൂടാതെ ആവലാതി കൂടാതെ സഹിക്കുവാനുള്ള ശക്തി അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സഹനങ്ങളിൽ ഒരിക്കലും പതറാതെ അമ്മ ഏത് സമയവും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാനുള്ള ശക്തി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് സഹനം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ഒരു സഹനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ 4 കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നാം രക്ഷപ്പെടും. 1. പൊട്ടിക്കരയാൻ ഒരു സക്രാരി. 2. കെട്ടിപ്പിടിക്കാൻ ഒരു മരക്കുരിശ്. 3. മടിയിൽ വെച്ച് ധ്യാനിക്കുവാൻ ഒരു വിശുദ്ധ ഗ്രന്ഥം. 4. നമ്മെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ ഒരു ജപമാല. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ സക്രാരിയിൽ അണരുന്ന ആ ദിവ്യനാഥനോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എല്ലാത്തിനും പ്രതിവിധി ആ ദിവ്യകാരൻ്റെ സന്നിധിയിലുണ്ട്. അവിടുന്നാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം. അതുപോലെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലപ്പുറം സഹിച്ച യേശുനാഥൻ്റെ ആ മരക്കുരിശ്, നമ്മുടെ എല്ലാവരുടെയും മുറികളിൽ ഒരു കുരിശ് രൂപം ഉണ്ടായിരിക്കും. പ്രതിസന്ധികളും വേദനകളും ഉണ്ടാകുമ്പോൾ ആ കുരിശ് രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, അവിടുന്ന് സഹിച്ചതുപോലെ സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് ആ കുരിശ് രൂപത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ അതിനുള്ള ശക്തി തരും. പിന്നെ ഏത് സഹനങ്ങളിലും നമുക്കൊരു വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ, അതൊന്ന് തുറന്ന് ഒന്ന് നോക്കിയാൽ, പ്രാർത്ഥനാപൂർവം ആ വിശുദ്ധ ഗ്രന്ഥം തുറന്നാൽ നമുക്ക് പറ്റിയ വചനം ഈശോ തരും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെയുള്ള ആശ്വാസ വചനങ്ങൾ നമുക്ക് ലഭിക്കും. പിന്നെ സ്വന്തം അമ്മയെക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ അമ്മ നമുക്കുണ്ട്. ആ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഒരു ജപമാല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ 4 കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമാവുകയില്ല. ഒരിക്കൽ കൂടി പറയാം: പൊട്ടിക്കരയാനൊരു സക്രാരി, കെട്ടിപ്പിടിക്കാനൊരു മരക്കുരിശ്, മടിയിൽ വെച്ച് ധ്യാനിക്കുവാൻ ഒരു വിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഒരു ജപമാല. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ആത്മീയമായും ശാരീരികമായും മാനസികമായും എല്ലാം ഏറ്റവും അധികം വേദനിച്ച വ്യക്തിയാണ് ഈശോ. മുറിവേറ്റവനാണ് ഈശോ, മുറിവേറ്റ ഈശോ. മുറിവേറ്റ മൃഗങ്ങൾക്കാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ചിന്തയാണ്. പക്ഷേ നമ്മുടെ യേശുനാഥൻ മുറിവേറ്റവനാണ്. ആത്മീയമായും ശാരീരികമായും മാനസികമായും എല്ലാം വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള ഏക വ്യക്തി അവിടുന്ന് മാത്രമാണ്. കാരണം അവിടുന്ന് ഇതിലൂടെ എല്ലാം കടന്നു പോയതാണ്. പിതാവായ ദൈവം പോലും തന്നെ കൈവിടപ്പെട്ടു എന്നുള്ള വിഷമസന്ധി, ആത്മീയമായുള്ള അന്ധത, ആരും സഹായിക്കാനില്ല. അത്രയും നേരവും കുരിശിൽ കിടന്നപ്പോൾ അപ്പൻ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കുരിശിൽ ഒരു സമയത്ത് പിതാവായ ദൈവവും കൈവിട്ട അവസ്ഥ, ആത്മീയമായ ആരുമില്ലാത്ത അവസ്ഥ. മാനസികമായ അവസ്ഥയെന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ ഉൾവസ്ത്രം പോലും ഉരിഞ്ഞെടുക്കപ്പെട്ട് പരിപൂർണ്ണ നഗ്നനായി ആ കുരിശിൽ കിടക്കുന്ന അവസ്ഥ.
നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ള ആക്രോശങ്ങളും മാനസികമായുള്ള എല്ലാ പീഡനങ്ങളും അതെല്ലാം ഈശോ സമചിത്തനായി സഹിക്കുകയാണ്. ഈശോ അനുഭവിച്ച ശാരീരിക പീഡകൾ നമുക്കറിയാം. എത്രമാത്രം ഒരു വ്യക്തി ശരീരം മുഴുവനും വ്രണങ്ങളും അടിയേറ്റ പാടുകളുമെല്ലാം ഇതെല്ലാം നിശബ്ദനമായി സഹിക്കുന്ന ഈശോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർക്കാം, ഈ സഹനങ്ങളുടെ എല്ലാം അടിയിൽ ഒരു അനുഗ്രഹം ഈശോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം അടിയിൽ ഈശോ നമുക്കൊരു അനുഗ്രഹം തരാനുണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതം ഈ സഹനത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈശോ മഹത്വപൂർണനായി ഉത്ഥാനം ചെയ്യുകയാണ്. ഈശോ എന്ന നാമം കേൾക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. അത്രമാത്രം ഈശോയെ അവിടുന്ന് ഉയർത്തി. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം മംഗളവാർത്ത മുതൽ കാൽവരി വരെ ഈശോയോടൊപ്പം എല്ലാ സഹനങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാൽവരിയിൽ ഈശോ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അമ്മ തൻ്റെ ഹൃദയത്തിലും ആ വേദനയെല്ലാം ഏറ്റെടുത്തു. ഇതിൻ്റെ എല്ലാം ഫലമായി അമ്മ ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ത്രിലോകരാജ്ഞിയായി അമ്മ സ്വർഗത്തിൽ വാഴുന്നു. ഈ സഹനത്തിലൂടെ എല്ലാം ഒരു മഹത്വത്തിലേക്ക് ഈശോ നമ്മെ പ്രവേശിപ്പിക്കുകയാണ്. അൽഫോൻസാമ സഹനത്തിൻ്റെ പുത്രി, ഈ ലോകത്തിൽ വെച്ച് ആരാലും അറിയപ്പെടാത്തവള്, പക്ഷേ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ എന്ന നാമത്താൽ അവൾ ഉയർത്തപ്പെട്ടു. വിശുദ്ധ കൊച്ചുത്രേസ്യ മരിക്കണ സമയത്ത് മരിക്കാറായപ്പോൾ ഒരു സിസ്റ്റർ വന്ന് മദറിനോട് പറയാണ്, ഇവള് മരിച്ചാൽ സാധാരണ മരിക്കുമ്പോൾ ചരിത്രം എഴുതി വെക്കാറുണ്ട്, ഇവളെക്കുറിച്ച് നമുക്ക് എന്താണ് എഴുതാനുള്ളത്, ഇവളൊന്നും തന്നെ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ അവർ വിചാരിച്ചിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയാണ് ആഗോള മിഷൻ മധ്യസ്ഥയായി ഉയർത്തപ്പെട്ടു. തീർന്നില്ല, ഒരു വ്യക്തിക്ക് മരണാനന്തരം കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ഡോക്ടർ ഓഫ് ദി ചർച്ച്, വേദപാരംഗത എന്ന പദവി വരെ അവൾ ഉയർത്തപ്പെട്ടു. അപ്പോൾ എല്ലാ സഹനങ്ങളുടെയും അടിയിൽ ദൈവം ഒരു അനുഗ്രഹം, ഒരു കൃപ നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധയാണ് ജോസഫിൻ ബക്കീത. 1869 സുഡാനിലാണ് അവൾ ജനിച്ചത്. അവൾക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊള്ളക്കാർ അവളെ തട്ടിക്കൊണ്ടുപോയി. അവളെ അടിമയായിട്ട് ഏകദേശം 5-6 വർഷത്തോളം അവളെ അടിമയായിട്ട് പല സ്ഥലങ്ങളിൽ വിൽക്കപ്പെട്ടു. അവസാനം ഒരു ഇറ്റാലിയൻ പ്രതിനിധി അവളെ വാങ്ങി. ആ സമയം അവളുടെ ശരീരത്തിൽ, അവൾക്ക് ഏകദേശം 10-12 വയസ്സ് കാണും, ആ സമയത്ത് അവളുടെ ശരീരത്തിൽ 140ഓളം മുറിവുകളുണ്ടായിരുന്നു. അത്രമാത്രം അവളെ ആൾക്കാർ പീഡിപ്പിച്ചിരുന്നു, മാറി മാറി പീഡിപ്പിച്ചു. ആ ഇറ്റാലിയൻ പ്രതിനിധി കൊണ്ടുപോയി ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു സുഹൃത്ത് അവളെ കൊണ്ടുപോയി. ആ വീട്ടിൽ അവൾക്ക് അതിനേക്കാട്ടും സ്വാതന്ത്ര്യം കിട്ടി. അവിടുത്തെ ഇളയ മകളെ നോക്കുന്ന ജോലി അവളെ ഏൽപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഈ കൊച്ചിനെയും ഇവളെയും ഒരു കനോസ്യൻ കോൺവെന്റിൽ കൊണ്ടുപോയാക്കി. അവിടെ ആയിരിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ ജീവിതവും ഈശോയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അവൾ അവിടെ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 1893 അവൾ സന്യാസിനിയായി. 1896 അവൾ നിത്യവ്രതം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അവളോട് ചോദിച്ചു, നിന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചവരെ കണ്ടാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന്. അവൾ പറയുകയാണ്, ഞാൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കരങ്ങൾ ചുംബിക്കും. കാരണം അവരിലൂടെയാണ് എനിക്ക് ഈ വിശുദ്ധ വസ്ത്രം ധരിക്കുവാനും ഇത്രമാത്രം സൗഭാഗ്യത്തിൽ ജീവിക്കുവാനും സാധിച്ചത്. ആ സഹനങ്ങളെല്ലാം അവൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അടിമത്തത്തിൻ്റെ താഴ്വരയിൽ നിന്നും വിശുദ്ധിയുടെ ഉന്നതഗിരിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. 1947 അവൾ മരിച്ചു. 2000 ജോൺ പോൾ പാപ്പ അവളെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചു. 2007 ഫ്രാൻസിസ് പാപ്പ പ്രത്യാശയുടെ ഉദാത്ത മാതൃക എന്ന് അവളെ വിശേഷിപ്പിച്ചു.
അങ്ങനെ ഈ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം, ഇതിനകത്തെല്ലാം ദൈവം ഒരു അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സഹനങ്ങൾ വരുമ്പോൾ ഈ ഒരു തിരുവചനം നമുക്ക് ഓർക്കാം. 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്കറിയാം, സിംഹക്കുഴിയിൽ 7 സിംഹങ്ങളോടൊപ്പം 6 ദിവസം കടന്ന ദാനിയേൽ, 7-ാം ദിവസം ദൈവം ഹബക്കൂക്ക് വഴി ദാനിയേലിന് ഭക്ഷണം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ദാനിയേലിന് ദൈവം ഓർത്തു, ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണല്ലോ എന്ന്. ഭക്ഷണവുമായിട്ട് യൂദയായിലേക്ക് പോയ ഹബക്കൂക്കിനെ വിളിച്ച് ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. യൂദയായിലുള്ള ഹബക്കൂക്ക് പറയാണ്, ഞാൻ ബാബിലോൺ എവിടാന്നറിയില്ല. മുടിക്കുത്തിൽ പിടിച്ച് ആ സിംഹക്കുഴിയിൽ എത്തിച്ചു. ദൈവം ദാനിയേലിനെ ഓർത്തു. കൊലക്കളത്തിലേക്ക് പോയ സൂസന്ന ഉറക്കെ നിലവിളിച്ചു, നിരപരാധിയായ ഞാൻ വധിക്കപ്പെടുവാൻ പോവുകയാണല്ലോ എന്ന്. അവളുടെ നിലവിളി ദൈവം ശ്രവിച്ചു. ദാനിയേൽ എന്ന ബാലനെ ഉണർത്തി. അവൾ വിശുദ്ധിയിലാണ് ജീവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹാഗാർ തൻ്റെ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെള്ളം കിട്ടാതെ കുഞ്ഞ് കരയുമ്പോൾ അതിനെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഇവൻ മരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞിരുന്നപ്പോൾ അവളുടെ നിലവിളി ദൈവം കേട്ടു. അപ്പോൾ നമ്മുടെ സഹനങ്ങളിലെല്ലാം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ എന്താണ് സഹനം? നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും കേൾക്കാനോ പറയാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത വിധം നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുന്നതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാത്ത ഒന്നാണ് ഈ സഹനം. ദൈവം നമുക്ക് നൽകുന്ന ഒരു കിരീടമാണ് സഹനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹനത്തെ നമുക്ക് 2 കൈ നീട്ടി സ്വീകരിക്കാൻ ശ്രമിക്കാം. 2 തരം സഹനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിലിരിപ്പ് മൂലം ഉണ്ടാകുന്ന സഹനം, അതായത് നമ്മളിലുള്ള അസൂയയും വിദ്വേഷവും വെറുപ്പും എല്ലാം മൂലം നാം ഓരോരുത്തർക്ക് കൊടുക്കുന്ന സഹനങ്ങൾ, അവരിൽ നിന്നുണ്ടാകുന്ന സഹനം, അത് നമ്മുടെ കയ്യിലിരിപ്പുണ്ടാണ്. 2ാമത്തേത് ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സഹനം. അത് 3 തരത്തിലുണ്ട്. ഒന്ന്, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹനം. പെട്ടെന്ന് എല്ലാം ശരിയാകുമ്പോൾ പെട്ടെന്നൊരു മരണമായിരിക്കാം, രോഗം, അപകടം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയാണ്. നമുക്കറിയാം, കൊറോണ കാലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് വളരെ അവിചാരിതമായിട്ടാണ് ആ വെള്ളപ്പൊക്ക സമയത്ത് എത്രയോ ധനാഢ്യന്മാരുടെ വീടുകളൊക്കെയാണ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ചോർന്നൊലിച്ചു പോയത്. അവർ ക്യാമ്പുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വളരെ ധനാഢ്യരായ മക്കള് പാത്രവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. പാലക്കാട് ഒരു വീട്ടിൽ അപ്പന് ക്യാൻസറാണ്. മകളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ നടന്നു കാണണമെന്ന് മരിക്കുന്നതിന് മുൻപ് അപ്പന് ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെ മോളുടെ ഹോളി കമ്മ്യൂണിയൻ നടന്നു. അതിനുശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ അപ്പൻ മരണപ്പെട്ടു. 3 കുട്ടികളാണ് ആ അമ്മയ്ക്കുള്ളത്. ഈ 3 കുട്ടികളെയും കൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി അമ്മ കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു മോള് കയറി, മറ്റവർ കയറാനൊക്കെ തുടങ്ങുമ്പോൾ എങ്ങനെയോ കാർ സ്റ്റാർട്ട് ചെയ്ത് കാർ പുറകോട്ടെടുത്തു. ആ 2 കുഞ്ഞുങ്ങളും അതിനടിയിലായി. പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ ആ 2 കുഞ്ഞുങ്ങളും മൃതിപ്പെട്ടു. അമ്മ ആദ്യം അറിയുന്നില്ല, ICUലാന്നൊക്കെ ഓർത്തിരുന്നു. അവസാനമാണ് അറിയുന്നത് 2 കുട്ടികൾ മരണപ്പെട്ടു, മൂത്തവൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഓരോരുത്തർ വരുമ്പോഴും അമ്മ അലമുറയിട്ട് കരയുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരു അച്ഛൻ കാണാൻ ചെന്നു, അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നു. അമ്മ ഇങ്ങനെ അലമുറയിട്ട് കരയുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞ ആ കൊച്ചു പറയുകയാണ്, അച്ഛാ മമ്മിയോട് പറ, എൻ്റെ 2 കുഞ്ഞ് അനിയത്തിമാരും എൻ്റെ പപ്പായോടൊപ്പം മാതാവിൻ്റെ മടിയിലുണ്ടെന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് ആ കൊച്ച് പറയുകയാണ്. ഓരോ സഹനങ്ങൾ വരുമ്പോഴും ദൈവം ഓരോരുത്തരിലൂടെ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം. അപ്പോൾ ഒന്ന്, ഈ സഹനങ്ങൾ ഓർക്കാപ്പുറത്ത് വരുന്ന മരണം, അപകടം, ഇതെല്ലാം ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്നറിയില്ല, പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. 2,
ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവയെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ തന്നെ അതിനെ തകർത്തുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സഹനം, പ്രത്യേകിച്ചും വചനപ്രഘോഷകരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ രാവിലെ ബൈബിളുമായിട്ട് ഇറങ്ങും എന്നൊക്കെ ഓരോരുത്തർ നമ്മളെക്കുറിച്ച് പറയുന്ന കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സഹനം. പക്ഷേ അതെല്ലാം നമ്മളെ തന്നെ ത്യജിക്കുവാനും നമ്മുടെ സ്വാർത്ഥതയെ ത്യജിക്കുവാനും ദൈവമഹത്വം തേടാനും ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ്. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പോരുമ്പോൾ മോശയോടൊപ്പം നിൽക്കേണ്ട ജനങ്ങൾ പലപ്പോഴും മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്. മോശ ഒരുപാട് തളരേണ്ട അവസരങ്ങളിലെല്ലാം മോശ തളരാതെ ദൈവത്തിലേക്ക് തിരിയുകയാണ്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടവർ, നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ നമുക്കെതിരായി നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. അപ്പോഴെല്ലാം ദൈവമഹത്വമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മഹത്വമല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ്. മൂന്നാമത്തെ സഹനമാണ് നമ്മെ തീർത്തും അവഗണിക്കുക എന്നുള്ളത്. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴൊക്കെയാണല്ലോ നമ്മളെ തീർത്തും അങ്ങോട്ട് അവഗണിക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, അഭിഷേക തൈലവുമായി സാമുവേൽ പ്രവാചകൻ വരുമ്പോൾ ദാവീദിൻ്റെ ജസ്സെ എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ്. ഇവരൊന്നുമല്ല എന്ന് സാമുവേൽ പ്രവാചകൻ പറയുന്നു. ഇനി വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഇളയ മകനുണ്ട്, അവൻ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവനെയാണ് ദൈവം ഉയർത്തിയത്. നമ്മെ ആരൊക്കെ അവഗണിച്ചാലും ദൈവം ഉയർത്തുന്നവരെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. നമുക്കറിയാം, വിശുദ്ധ പാദ്രപ്പിയുടെയൊക്കെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പഞ്ചക്ഷതമുള്ള ആളായിരുന്നു. എന്നിട്ടും സമൂഹത്തിൽ നിന്നുമെല്ലാം വളരെയധികം അവഗണന കിട്ടി. കുർബാന പോലും അദ്ദേഹത്തെ കൊണ്ട് ചൊല്ലിപ്പിക്കാതെ മുടക്കിയിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തെയൊക്കെ എത്രമാത്രം സമൂഹാംഗങ്ങൾ താഴ്ത്തിയോ അത്രമാത്രം ദൈവം അവരെ എല്ലാം ഉയർത്തി. അപ്പോൾ ആരൊക്കെ നമ്മെ അവഗണിച്ചാലും ദൈവം നമ്മളെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കും, അവിടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സഹനങ്ങളിൽ നമ്മുടെ സഹനശക്തി വർദ്ധിപ്പിക്കണം, നമ്മുടെ സ്നേഹശക്തി വർദ്ധിപ്പിക്കണം. സ്നേഹം കൊണ്ട് സഹനങ്ങളെ അതിജീവിക്കാൻ നോക്കണം. സഹനശക്തി അതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വളരെ ഇണക്കമുള്ള ഒരു സുഹൃത്തുമാണ് ഈ സഹനങ്ങളെ നന്നായിട്ട് സ്വീകരിക്കുക എന്നുള്ളത്. ദൈവമഹത്വത്തിന് വേണ്ടി നമുക്കെല്ലാം സഹനങ്ങൾ സ്വീകരിക്കാം. അവസാനമായിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും ടച്ച് സ്ലീവ എന്നുള്ള ഒരു കാരണമുണ്ട്. ഈശോ നമുക്ക് എങ്ങനെയാണ് കുരിശുകൾ, സഹനങ്ങൾ തരുന്നത്, എത്രമാത്രം അവിടുന്ന് പ്ലാൻ ചെയ്ത് രൂപകൽപ്പന ചെയ്താണ് നമുക്ക് ഓരോ കുരിശുകൾ ലഭിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ടച്ച് സ്ലീവ, ദൈവം നിനക്ക് തരുന്ന വിലപ്പെട്ട സമ്മാനമാണ് നിന്റെ നൊമ്പരങ്ങൾ. ഇത് നിനക്ക് തരുന്നതിന് മുൻപ് എല്ലാം ദർശിക്കുന്ന തൻ്റെ കണ്ണുകൊണ്ട് നോക്കി മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് തൻ്റെ കരുണയാലും സ്നേഹത്താലും ചൂടുപിടിപ്പിച്ച് രണ്ട് കൈകൊണ്ടും മാറി മാറി തൂക്കി നോക്കി നിനക്ക് വഹിക്കാവുന്നതിലും ഒരു ഔൺസ് പോലും കൂടുതലില്ലെന്ന് തീർച്ചപ്പെടുത്തി തൻ്റെ തിരുനാമത്താൽ ആശീർവദിച്ച് അവസാനം സ്വർഗത്തിൽ നിന്ന് നിനക്കായുള്ള സന്ദേശം, നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ദൈവം നിനക്ക് തരുന്ന സമ്മാനമാണ് കുരിശ്. ദൈവം നല്ലതുപോലെ അളന്ന് തൂക്കി ഒരു ഔൺസ് പോലും കൂടുതലില്ല കുറവില്ല എന്ന് മനസ്സിലാക്കി ഈശോ നമുക്ക് തരുന്ന സമ്മാനമാണിത്. ഒരിക്കൽ ഇങ്ങനെ ഒരു കഥ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഈശോ പറഞ്ഞു, നമ്മുടെ ഓരോരുത്തരെയും കുരിശുകൾ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുരിശ് കൊണ്ടുവച്ചു, അവനവൻ്റെ കുരിശ് കൊണ്ടുവച്ചു. അതിനുശേഷം ഇഷ്ടമുള്ള കുരിശെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും വളരെ മത്സരിച്ചെടുക്കുകയാണ്. ആ കുരിശെടുത്താൽ കുറവുണ്ടായിരിക്കും, സഹനം കുറവായിരിക്കും, അതിന് വെയിറ്റ് കുറവായിരിക്കും. ഓരോരുത്തരും മത്സരിച്ച് ഓരോ കുരിശെടുക്കുകയാണ്. അപ്പോൾ ചെറുതെടുക്കും, പക്ഷേ ഇതിന് കനം കൂടുതലാണല്ലോ, ഇങ്ങനെ ഓരോന്ന് മാറി 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 ഓരോരുത്തരും എടുക്കുകയാണ്. അവസാനം ഓരോരുത്തർക്കും ഓരോ കുരിശ് കിട്ടി. സംതൃപ്തരായി നോക്കിയപ്പോൾ അവർ വെച്ച ആ കുരിശ് തന്നെയാണ് അവർ ഓരോരുത്തരും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ നമുക്ക് തരുന്ന കുരിശുകളെല്ലാം നമുക്ക് വഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പായിട്ടാണ് അവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുരിശുകളെ, സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സദാസമയം മാധ്യസ്ഥം വഹിച്ച് ഈ കുരിശുകളെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി ഈശോയിൽ നിന്നും എല്ലാ കൃപയും നമുക്കായിട്ട് വാങ്ങിത്തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.